ഈ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളുടെ ഏഹ്, പുതിയ സംഭവവികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ കണ്ടെത്തലുകളും മറ്റുമൊക്കെയാണത് ഇപ്പോഴത്തെ ചർച്ച. യഥാർത്ഥത്തിൽ ഏഹ്, അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം മെക്സിക്കോയിലും അതേപോലെ തന്നെ കാനഡയിൽ നിന്നും ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാനഡയിലേക്ക് പോലും കുടിയേറ്റങ്ങൾ ഇതേ രൂപത്തിൽ നടക്കുന്നുമുണ്ട്. അവരുടെ വനാന്തർ ഭാഗങ്ങളിലൂടെയൊക്കെ അതിർത്തികളിലൂടെ ഡെസേർട്ടുകളിലൂടെയൊക്കെയുള്ള അനധികൃതമായ കുടിയേറ്റം വളരെ വ്യാപകമായി നടക്കുന്നു. സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് കയറ്റിവിട്ട കുടിയേറ്റക്കാർ, അനധികൃതമായി കുടിയേറിയ ആളുകളെ കയ്യാമം വെച്ചും കാലാമം വെച്ചുമൊക്കെ കയറ്റിവിട്ടു. അമേരിക്കയുടെ സൈനിക വിമാനത്തിന് ഇന്ത്യയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകി. അത്തരത്തിലുള്ള വളരെ എന്താ പറയുക, വിമർശനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അങ്ങേ അറ്റം എന്നുള്ള രൂപത്തിലേക്കൊക്കെയുള്ള തരത്തിലേക്ക് ചില ആളുകൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ ഓരോ വികസിത രാഷ്ട്രങ്ങൾക്കും ഉണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളം വലുതാണെന്നൊക്കെ നമുക്ക് ചില വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. വളരെ എന്താ പറയുക, യാഥാർത്ഥ്യ ബോധമുള്ള തരത്തിലുള്ള വീഡിയോകൾ. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു റൈഡിങ് വീഡിയോ കാണുകയാണ്. ഇച്ചി ബൂട്ട്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പോൾ ആ യൂട്യൂബിലുള്ള ആ ചാനലിലെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും റൈഡിങ് വീഡിയോസ് ചെയ്യുക. 18ഓളം രാജ്യങ്ങളിൽ ഒറ്റയടിക്ക് ഇതേപോലെ ചുറ്റിക്കറങ്ങിയ ഒരു ലേഡിയുടെ ചാനലാണത്. അപ്പോൾ ആ ചാനലിൽ ഇതേപോലെ ഒരു വീഡിയോ, ഞാൻ ഈ 18 രാജ്യങ്ങളുടെ ഒരു എപ്പിസോഡ് പോകുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ പറയുന്നുണ്ട്, അവർ മെക്സിക്കോയിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അതേപോലെ മെക്സിക്കോയ്ക്ക് അടുത്ത് കിടക്കുന്ന നിക്കരാഗ്വേ, അതേപോലെ തന്നെ പരാഗ്വേ, ഇക്വഡോർ തുടങ്ങിയ ഈ അവികസിത രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വളരെ വലിയ പ്രശ്നങ്ങൾ, അരാജകത്വത്തിൻ്റെ വളരെ വലിയ മുഖങ്ങൾ. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ തൊഴിലില്ലായ്മയും പട്ടിണിയും പരിവട്ടങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു ജനവിഭാഗം വികസിതമായ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടെ എന്താ പറയുക, സെറ്റിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഈ അമേരിക്കയും ആസ്ട്രേലിയയൊക്കെ രൂപം കൊണ്ടത് തന്നെ അങ്ങനെയാണല്ലോ. കാരണം വെള്ളക്കാരായ ആളുകളും റെഡ് ഇന്ത്യൻസും കറുത്ത വർഗ്ഗക്കാരും ഒക്കെ കുടിയേറിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും മറ്റുമൊക്കെ രൂപപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അനിയന്ത്രിതമായ തരത്തിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, വിവിധ അവികസിത രാജ്യങ്ങളിൽ നിന്നുള്ള കുത്തൊഴുക്ക് തന്നെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ അതിർത്തി രാജ്യങ്ങളിൽ തമ്പടിച്ച് കിടക്കുകയാണ്. തരം കിട്ടിയാൽ അമേരിക്കയിലേക്ക് അവരുടെ ഡെസേർട്ടുകൾ വഴിയോ, ഇപ്പോൾ മെക്സിക്കോയിലൊക്കെ വളരെ നീണ്ടു കിടക്കുന്ന ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള മരുഭൂമികളാണ്. അപ്പോൾ ഈ മരുഭൂമികളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് പകൽ സമയത്ത് 100 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് ഉയരുകയും രാത്രി സമയങ്ങളിലൊക്കെ അത് മൈനസ് ലെവലിലേക്ക് താഴുകയും ചെയ്യുന്ന വളരെ എന്താ പറയുക, റിമോട്ടായിട്ടുള്ള മരുഭൂമികളാണ്. ആളുകൾക്ക് കണ്ടെത്താനാവുകയോ അല്ലെങ്കിൽ വെള്ളമോ മറ്റെന്തെങ്കിലും തരത്തിൽ ജീവനോപാധികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഏരിയകളാണ്. അപ്പോൾ അത്തരം ഏരിയകളിലൂടെയൊക്കെയുള്ള യാത്രകൾ എങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, സംഘർഷഭരിതമായ യാത്രകൾ ചെയ്തുകൊണ്ട് ആളുകൾ ഇതേപോലെ മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവരതിന് നൽകുന്ന വിലയെന്ന് പറയുന്നത് മിക്കപ്പോഴും അവരുടെ ജീവൻ തന്നെയാണ്. അപ്പോൾ അമേരിക്കയിൽ ഇതേപോലെ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും അത് ഇല്ലീഗലായിക്കൊണ്ട്, കാരണം ചിലപ്പം അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവോ മറ്റുമൊക്കെ അവിടെ ഉണ്ടാവാം, ഒരു പക്ഷേ അവരുടെ പോലും അവരുടെ സാധ്യതകൾക്ക് പോലും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ കടന്നു കയറുന്നവർ ചെയ്യുന്നത്. കാരണം അവർ ഇപ്പോൾ പിടിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ഇവരുടെയൊക്കെ അഡ്രസ്സ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഇല്ലാതെ അവിടെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് ഈ പുതിയ ബന്ധുത്വം മൂലമൊക്കെ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പറഞ്ഞ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ വൻതോതിൽ കുടിയേറുന്നതോട് കൂടിയിട്ട് ഏതൊരു രാജ്യത്തിൻ്റെയും സുരക്ഷിതത്വം എന്ന് പറയുന്ന സംഭവം
അതൊരു കെട്ടുകഥ പോലെ പൊട്ടിച്ചിതറുന്ന തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതിര് കവിഞ്ഞ മതാന്ധതയും, ആളുകൾക്ക് മതങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഓരോ മതത്തിലും വ്യത്യസ്തമല്ല. കാരണം അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ആ തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാനാവുക. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇച്ചി ബൂട്ട്സ് എന്ന ഈ ഒരു ചാനലിൽ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. കാരണം അതിമനോഹരമായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇതേപോലെ റൈഡേഴ്സ് ലോകം കറങ്ങാൻ വേണ്ടി പോകുന്നൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ യാത്രകളെ നമുക്ക് ഇതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 10 മാർക്ക് പോലും അത്തരം അവരുടെ യാത്രകൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള യാത്രകൾ നടത്തുന്ന സോളോ റൈഡേഴ്സിനെ നമുക്ക് ഈ തരത്തിൽ ഒരുപാട്, ഒരാളും രണ്ടാളൊന്നും അല്ല കേട്ടോ, ഒത്തിരി പേര് ഇതേപോലെ നമുക്ക് അത്തരത്തിലുള്ള ചാനലുകളെ നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചാനലിൽ ഞാൻ വളരെ അവിചാരിതമായി കണ്ടതാണിത്. മെക്സിക്കോയിൽ നടക്കുന്ന ഈ റൈഡർ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ. കാരണം ഒരു നിശ്ചയവും ഇല്ലാതെ, അല്ലെങ്കിൽ അതിർത്തി കടക്കാൻ കഴിയുമോ എന്ന് പോലും അറിയാതെ അലാസ്കയിലേക്ക് കടക്കാൻ വേണ്ടി മെക്സിക്കോയുടെ അതിർത്തികളിലൂടെ മരുഭൂമികൾക്ക് ഇടയിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് ഈ മെക്സിക്കോയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, അതിർത്തിയിലുള്ള മെക്സിക്കോയുടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നേരെ കാണുന്ന റോഡ് എടുക്കാം, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത്, ആ വഴികൾ സഞ്ചാരയോഗ്യമല്ല, നിങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, വിധ്വംസക പ്രവർത്തകർ എല്ലാം തന്നെ തമ്പടിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയ്ക്ക് ചുറ്റുമുള്ളത്. അമേരിക്ക എടുത്തിരിക്കുന്നത് വളരെ എന്താ പറയുക, ധൈര്യസമേതമുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണെന്ന് പറയാം. അത് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ യൂറോപ്യൻസും അതേ ഒരു പാതയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. അവരും ഈ തരത്തിലുള്ള നിർബന്ധിത കുടിയേറ്റം അവസാനിപ്പിക്കും. അതേപോലെ തന്നെ ഈ കുടിയേറിയ ആളുകളെയൊക്കെ തിരിച്ചയക്കുന്ന, അനധികൃതമായി അവിടെ തങ്ങുന്ന ഓരോ ആളെയും തെരഞ്ഞു പിടിച്ച്, നമുക്ക് ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ അത്തരം വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. ഓരോ ഭാഗത്തും ഇതേപോലെ റൈഡുകൾ നടക്കുന്നു, ആളുകളെ പിടിക്കുന്നുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കയറ്റിവിടുന്ന പ്രക്രിയ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടരുക തന്നെ വേണമെന്നുള്ളതാണ് ഓരോ രാജ്യത്തിനും, അല്ലെങ്കിൽ വികസിത ബോധമുള്ള, രാഷ്ട്രബോധമുള്ള ഓരോ ആളുകളും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് വേണ്ടത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യയിൽ ഇപ്പോൾ ബംഗ്ലാദേശികളുടെ കുടിയേറ്റം വളരെ വലിയ തോതിൽ നടന്നിട്ടുണ്ട്. അത് കണ്ടെത്തുകയും അവരെ തിരിച്ചയക്കുകയൊക്കെ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ കേരളത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ നടപടിക്രമങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ വേഗത കൂട്ടുന്ന തരത്തിലുള്ള രീതികൾ ഗവൺമെൻറ് തലങ്ങളിൽ ഉണ്ടാവണം. അമേരിക്ക എടുക്കുന്ന ഓരോ നീക്കങ്ങളും അത് സാഗൂതം പലരും വീക്ഷിക്കുന്നു, പല രാജ്യങ്ങളും വീക്ഷിക്കുന്നു. ഇതൊരിക്കലും തീർച്ചയായിട്ടും ഇത് ഒട്ടും ഭൂഷണമായൊരു നടപടിയല്ല. അപ്പം അതിര് കവിഞ്ഞ് ഒഴുകുന്ന, അല്ലെങ്കിൽ അതിര് കടക്കുന്ന മതാന്ധതയും അതേപോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളും എല്ലാം അവസാനിപ്പിച്ച് നല്ലൊരു സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലുള്ള ജീവിതം മനുഷ്യർക്ക് ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ നിയമപരമായ വഴികളിലൂടെ മറ്റു നാടുകളിലേക്ക് കുടിയേറാനുള്ള ശ്രമങ്ങൾക്ക് എന്താ പറയുക, ആക്കം കൂടട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ ഇപ്പോൾ തരമുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.